വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. നമ്മൾ മുമ്പ് ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീന്റെ ഒരു ബേസിക്സ് നോക്കിയതാണ് ടാസ്ക് ചെയ്ത സമയത്ത്, ഡാഷ്ബോർഡ് ഒക്കെ ചെയ്ത സമയത്ത്. അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ ഒരു എന്താണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഡിസ്പ്ലേ ബ്ലോക്ക്, ഇൻലൈൻ ബ്ലോക്ക് എന്നൊക്കെ പറയും പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസ്പ്ലേന്റെ മറ്റൊരു വാല്യൂ ആണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലെക്സ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലെക്സ് കണ്ടെയ്നർ പോലെ, ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന ഒരു കണ്ടെയ്നർ പോലുള്ള ആ ഒരു സ്വഭാവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സ്. അപ്പൊ ഏത് ഡിവിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് ആണോ നമുക്ക് അങ്ങനെ പ്ലേസ് ചെയ്യേണ്ടത്, അപ്പൊ ആ ഒരു ഡിവിന് എന്ത് ചെയ്യാം, നമ്മൾ ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പൊ നേരത്തെ നമ്മൾ ഒരു റോയില്, ഒരു ഡിവിന്റെ ഉള്ളിൽ ഒന്നിലധികം ഡിവ് ഒരു റോയില് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോട്ട്, ലെഫ്റ്റ്, വിഡ്ത്ത് ഒക്കെ അല്ലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ആ ഡിവിനെ നിങ്ങൾ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലിടുക, ആ കണ്ടെയ്നറിന് എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഈ ഒരു കണ്ടെയ്നർ, ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് പറഞ്ഞുള്ള ആ ഒരു ഡിവിന് ഞാൻ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈറ്റും 200 പിക്സൽ എന്ന ഹൈറ്റും ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്, എലമെന്റ്സ് ഏതൊക്കെയാണ്, അത് ഓരോന്നും ഈ ഫ്ലെക്സ് കണ്ടെയ്നറിന്റെ എന്തായിരിക്കും, ഐറ്റം ആയിട്ട് മാറും. അപ്പൊ ആ ഒരു ഐറ്റത്തിന് ഞാനിവിടെ വേറെ ബാക്ക്ഗ്രൗണ്ട് കളറും പിന്നെ അതേപോലെ മാർജിൻ, അത് തമ്മിലുള്ള മാർജിൻ കൊടുത്തിട്ടുണ്ട്, പാഡിങ്ങും കൊടുത്തിട്ടുണ്ട്, ബോർഡറും കൊടുത്തിട്ടുണ്ട്, മറ്റൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്, ആ ഒരു ഐറ്റത്തിന്റെ ഉള്ളിലുള്ള ഫ്ലെക്സിന്റെ ഉള്ളിലുള്ള ഫ്ലെക്സ് ഐറ്റംസ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു കണ്ടന്റ്, നിങ്ങൾ കൊടുത്ത കണ്ടന്റും പിന്നെ അതേപോലെ പാഡിങ്ങും മാർജിനും അതേപോലെ തന്നെ ബോർഡറും ഒക്കെയാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു, നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എനിക്കുള്ളത് ഒരു റോലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഫ്ലെക്സ് ഐറ്റം 1, 2, 3 എന്നാണ് ഒരു റോലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫ്ലെക്സ് കണ്ടെയ്നറിന് ഞാൻ ഫ്ലെക്സ് ഡയറക്ഷൻ, ഫ്ലെക്സ് ഹൈഫൺ ഡയറക്ഷൻ റോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നും ഡിഫറൻസ് ഒന്നുമില്ല, കാരണം എന്താ, നേരത്തെ ഫ്ലെക്സ് ഐറ്റംസ് ഒക്കെ എന്താണ് ഒരു റോയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തത്. അപ്പൊ അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ വാല്യൂസ് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ കാണാം, റോ റിവേഴ്സ്, കോളം, കോളം റിവേഴ്സ്. അപ്പൊ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് കോളം ആണ്. കോളം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. അതായത് കോളം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഹൈറ്റ്, നമ്മളെ കണ്ടെയ്നറിന്റെ ഹൈറ്റ് നമുക്ക് കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ട് ഒരു ഇഷ്യൂ അവിടെ വന്നിട്ടുണ്ട്. കണ്ടെയ്നറിന്റെ ഹൈറ്റ് കുറച്ച് കൂടുതൽ കൊടുക്കാം. ഓക്കെ. അപ്പോ ആ ഒരു റോ എന്ന് മാറ്റിയിട്ട് നമ്മൾ കോളം എന്ന് കൊടുത്തപ്പോൾ എന്തായിട്ടുണ്ട്, നമ്മൾ ഓരോ ഡിവും കോളം പോലെ താഴോട്ടേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഒരു റോയില്, പിന്നൊന്ന് എന്നുള്ള രീതിയിൽ കോളം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലെക്സ് കണ്ടെയ്നറിന് എന്ത് ചെയ്യും, നിങ്ങൾ ഡിസ്പ്ലേ ഫ്ലെക്സും അതേപോലെ തന്നെ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം കൊടുക്കും. അതല്ല ഒരേ റോയിലാണ് വേണ്ടതെങ്കിലോ നിങ്ങൾ ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രോപ്പർട്ടിനെ ഇഗ്നോർ ചെയ്യും, കാരണം ബൈ ഡീഫോൾട്ട് റോ ആണുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ റിവേഴ്സ് ആയിട്ട് വരണം, നിങ്ങൾ കൊടുത്തത് ഓർഡർ എന്താണ്, ഫ്ലെക്സ് 1, 2, 3 എന്നുള്ള രീതിയിലാണ് കൊടുത്തത്, പക്ഷെ അത് റിവേഴ്സ് ആയിട്ട് കാണിക്കണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോളം എന്നുള്ളതിന് പകരം കോളം റിവേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. കോളം റിവേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഓർഡർ എന്തായിട്ടുണ്ട്, ആദ്യം 3 പിന്നെ 2, 1, അതേപോലെ തന്നെ ആ ഒരു കണ്ടെയ്നറിന്റെ താഴെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോളം എന്ന് പറയുമ്പോൾ താഴോട്ടാണ് പോകും, അപ്പൊ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 3, 2, 1 എന്നുള്ള ഓർഡർ തെറ്റിയിട്ട് റിവേഴ്സ് ഓർഡറിലാണ്. ഇനി അതേപോലെ റോ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ, റോ എന്ന് പറഞ്ഞ് കൊടുത്തു, നമ്മൾ കണ്ടു. ഇനി റോ റിവേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിലോ, റോ റിവേഴ്സ് ആണ് കൊടുക്കുന്നത്. നേരത്തെ റോ ആയിരുന്ന സമയത്ത് ലെഫ്റ്റ് നിന്നാണ് തുടങ്ങുക, അതേപോലെ തന്നെ 1, 2, 3 എന്നുള്ള ഓർഡറിൽ. അപ്പോ റോ റിവേഴ്സ് ആവുന്ന സമയത്തോ റൈറ്റ് നിന്നാണ് തുടങ്ങുക, പക്ഷെ 3, 2, 1 എന്നുള്ള രീതിയിൽ. പക്ഷെ എന്താണ്, റൈറ്റ് നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 1, 2, 3 ആയിരിക്കും ഉണ്ടാവുക. അതാണ് റോ റിവേഴ്സും കോളം റിവേഴ്സും എന്ന പ്രോപ്പർട്ടി ഫ്ലെക്സ് ഡയറക്ഷന് കൊടുത്താൽ ഉണ്ടാവുന്ന എഫക്റ്റ്. ഇനി ഒരു ഫ്ലെക്സ് ബോക്സിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ ഞാൻ ഫ്ലെക്സ് ഐറ്റം 1 മുതൽ 24 വരെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാം, അതായത് ഫ്ലെക്സ് കണ്ടെയ്നറിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഗ്രേ കളർ ആണല്ലോ, അതിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഓവർഫ്ലോ ആയി പുറത്തേക്ക് പോയിട്ട് നോർമലി ഉണ്ടാവുന്ന ഒരു പേജിനുള്ള സ്ക്രോൾ ആണ് വന്നിട്ടുള്ളത്, ഒരു ബ്രൗസർ സ്ക്രീനിൽ. താഴോട്ടേക്കൊന്നും പോകുന്നില്ല, സെയിം റോയിൽ തന്നെ അങ്ങനെ പോകും. അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനെ പോകുന്നത് മാനേജ് ചെയ്യുന്നത് ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള, ഫ്ലെക്സ് കണ്ടെയ്നറിന് കൊടുക്കുന്ന ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓവർഫ്ലോ കൊടുക്കാം. അതായത് കണ്ടെയ്നറിന് ഞാൻ ഫ്ലെക്സ് റാപ്പ് ഒന്നും കൊടുക്കാതെ ഓവർഫ്ലോ
ഓവർഫ്ലോ ഓട്ടോ എന്ന് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടൻസ് അതിന്റെ പുറത്തേക്ക് പോകുമ്പോൾ സ്ക്രോൾ വരും. നേരത്തെ പേജിനായിരുന്നു സ്ക്രോൾ ഉണ്ടായിരുന്നത്, അതിപ്പോ എന്തായി, നമ്മുടെ ഒരു ഫ്ലെക്സ് കണ്ടെയ്നർ ഉണ്ടല്ലോ, നമ്മുടെ ഗ്രേ കളറിലുള്ള ഡിവ്, ആ ഒരു ഡിവിനായി സ്ക്രോൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. അതും നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഇനി അതല്ല, എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് വിഡ്ത്തുള്ള ഐറ്റംസ് ഒക്കെയാണ് വേണ്ടത്. അപ്പൊ കണ്ടന്റ് ഒക്കെ ഒരുപാട് സിങ്ക് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോ അതിലെ കൂടുതൽ ഐറ്റംസ് നമുക്ക് ഉണ്ടെങ്കിൽ അടുത്ത ലൈനിലേക്ക് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സർ ആപ്പ് യൂസ് ചെയ്യാം. ഞാൻ ഫ്ലെക്സർ ആപ്പ് കൊടുത്തു. അപ്പൊ എന്തായി, ഐറ്റംസ് അടുത്ത ലൈനിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു കണ്ടന്റിനനുസരിച്ച്, കണ്ടന്റിനും പാഡിങ്ങിനും അനുസരിച്ചുള്ള വിഡ്ത്ത് യൂസ് ചെയ്തു ഓരോ ഐറ്റംസും. അതിനുശേഷം വീണ്ടും ആ ഒരു ലൈനിൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റാത്തത്ര സ്പേസ് വന്നപ്പോൾ അടുത്ത ലൈനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലെക്സർ റാപ്പ് എന്നല്ലാതെ നോ റാപ്പ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ റാപ്പ് റിവേഴ്സ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. നോ റാപ്പ് കൊടുക്കാം, അതായത് ഡീഫോൾട്ട് ആയിട്ട് റാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, അതാണ് നോ റാപ്പ് എന്ന് പറയുന്നത്. ഇനി റാപ്പ് റിവേഴ്സ് എന്നാണെങ്കിൽ റാപ്പ് ചെയ്യും, പക്ഷെ ആ ഒരു റിവേഴ്സ് ഓർഡറിലായിരിക്കും. ഇപ്പോ റാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താണ് നമുക്ക് വന്നിട്ടുള്ളത്, ആ ഒരു റിവേഴ്സ് ഓർഡറിൽ, അതായത് സെക്കൻഡ് റോ ആദ്യം വന്നു, പിന്നെയാണ് ഫസ്റ്റ് റോ വന്നിട്ടുള്ളത്. ഇപ്പൊ നോക്കാം, ഇവിടെ ഐറ്റംസ് ഇങ്ങനെ കാണിച്ചു, 1 ലെഫ്റ്റിൽ ഇങ്ങനെ 1 വന്ന് 13 വരെ വന്നതിന് ശേഷം പിന്നെ 14 ഫസ്റ്റ് റോയിലാണ് വന്നിട്ടുള്ളത്. അതാണ് ഫ്ലെക്സ് റാപ്പില് റാപ്പ് റിവേഴ്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്താൽ ഉണ്ടായിരുന്ന എഫക്റ്റ്. ഇനി ഫ്ലെക്സ് കണ്ടെയ്നറിന് കൊടുക്കുന്ന അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് ഐറ്റംസ് റിമൂവ് ചെയ്യാണ്. ഓക്കെ, റിമൂവ് ചെയ്തു. അതിനുശേഷം ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ജസ്റ്റിഫൈ ഹൈഫൺ കണ്ടന്റ് സ്പേസ് ഹൈഫൺ ബിറ്റ്വീൻ. ആ ഒരു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ സ്പേസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ജസ്റ്റിഫൈ ചെയ്തിട്ട് എല്ലാത്തിനും ഈക്വൽ ആയിട്ടുള്ള, എല്ലാത്തിന്റെയും ഇടയിൽ സ്പേസ് ബിറ്റ്വീൻ, ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഇടും. അതാണ് ജസ്റ്റിഫൈ കണ്ടന്റിൽ സ്പേസ് ബിറ്റ്വീൻ കൊടുത്താൽ ഉണ്ടാകുന്ന എഫക്റ്റ്. ആക്ച്വലി ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഐറ്റംസ് മെയിൻ ആക്സിസിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻ ആക്സിസിൽ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മെയിൻ ആക്സിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റോ ഒരു ഹൊറിസോണ്ടലാണല്ലോ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഹൊറിസോണ്ടൽ എന്നുള്ളതാണ് മെയിൻ ആക്സിസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളുടെ ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആണെങ്കിൽ അതിന്റെ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് റോ ആയിരിക്കും. അതേപോലെ തന്നെ ക്രോസ് ആക്സിസ് എന്ന് പറയും. ക്രോസ് ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ. ഇപ്പൊ വെർട്ടിക്കൽ അലൈൻമെന്റ് നിങ്ങൾക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇത് ഹൊറിസോണ്ടൽ ആണ്. ഇനി ഇതേ പ്രോപ്പർട്ടി തന്നെ നിങ്ങൾ കൊടുത്തത് നിങ്ങളുടെ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഹൊറിസോണ്ടൽ കൊടുക്കേണ്ടത് അലൈൻ ഐറ്റംസ് ആണ്. അപ്പൊ ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും അലൈൻ ഐറ്റംസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള നിങ്ങളുടെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റിഫൈ കണ്ടന്റ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, മെയിൻ ആക്സിസ് ഏതാണോ അതിനാണ് എഫക്റ്റ് വരിക. അപ്പോ നിങ്ങളുടെ ഫ്ലക്സ് ഡയറക്ഷൻ റോ ആണെങ്കിൽ റോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലക്സ് ഡയറക്ഷൻ കോളം ആണെങ്കിൽ താഴോട്ടേക്കുള്ള, അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റിഫൈ കണ്ടന്റ് യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് ഫ്ലക്സ് സ്റ്റാർട്ട് ഉണ്ട്, പിന്നെ ഫ്ലക്സ് ഹൈഫൺ എൻഡ്, സെന്റർ, സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് അറൗണ്ട്, സ്പേസ് ഈവൻലി, അങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, വാല്യൂസ് ആണുള്ളത്. അപ്പൊ നമ്മളിപ്പോ ട്രൈ ചെയ്തിട്ടുള്ള സ്പേസ് ബിറ്റ്വീൻ ആണ്. അപ്പൊ അവിടെ സെന്റർ കൊടുത്തു നോക്കാം. സെന്റർ കൊടുത്ത പാടില്ല, ഹൊറിസോണ്ടലി എന്തായിട്ടുണ്ട്, സെന്റർ ആയിട്ടുണ്ട്. സ്പേസ് അപ്പുറത്തും ഇപ്പുറത്തും ആക്കി മാറ്റിയിട്ടിട്ട് എന്തായിട്ടുണ്ട്, സെന്റർ അലൈൻ ആയിട്ടുണ്ട്. ഇനി സ്പേസ് അറൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. സ്പേസ് അറൗണ്ട് എന്ന് കൊടുത്തപ്പോ എന്തായി, അതിന്റെ ഉള്ളിലൊക്കെ സ്പേസ് കൊടുത്ത്, ലെഫ്റ്റിലും റൈറ്റിലും ഇല്ല, അല്ലാതെ ഉള്ളില് സ്പേസ് ഈക്വൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് സ്പേസ് ഈവൻലി ഉണ്ട്. അതേപോലെ തന്നെ സെന്റർ നമ്മൾ നോക്കി, ഫ്ലക്സ് സ്റ്റാർട്ട്, ഫ്ലക്സ് എൻഡ്. ഫ്ലക്സ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് അതായിരിക്കും ഡീഫോൾട്ട് ബിഹേവിയർ. ഫ്ലക്സ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഫ്ലക്സ് എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടേക്ക്, അതായത് ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും. ഫ്ലക്സ് എൻഡ് എന്ന് പറയുമ്പോൾ റൈറ്റ് അലൈൻഡ്. കാരണം നമ്മൾ റിവേഴ്സ് അല്ല കൊടുത്തത്, റിവേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നേരെ തിരിച്ചായിരിക്കും അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക. ഫ്ലക്സ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ റൈറ്റിലായിരിക്കും, ഫ്ലക്സ് എൻഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലായിരിക്കും റിവേഴ്സ് ആണെങ്കിൽ. നമ്മൾ റിവേഴ്സ് അല്ല ഇപ്പൊ കൊടുത്തിട്ടുള്ളത്, റോ റിവേഴ്സ് അല്ല കൊടുത്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ റോ റിവേഴ്സ് കൊടുക്കുകയാണ്, എന്നിട്ട് ഫ്ലക്സ് എൻഡും കൂടെ കൊടുക്കുകയാണ്. അപ്പോ റിവേഴ്സിൽ ഫ്ലക്സിന്റെ എൻഡ് എവിടെയാണ്, ഇവിടെ ലെഫ്റ്റിലാണ്.
കാരണം റൈറ്റിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അലൈൻമെന്റ് വരും. ഇനി നമ്മൾ ഫ്ലെക്സ് ഐറ്റത്തിന് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, 100 പിക്സൽ ഹൈറ്റ് കൊടുത്തു. ഒന്ന് റീഫ്രഷ് ചെയ്തു. റീഫ്രഷ് ചെയ്തപ്പോൾ എവിടെയാണ് അത് പ്ലേസ് ആയിട്ടുള്ളത്? റോ റിവേഴ്സ് എന്ന് മാറ്റാം, റോ ആക്കാം. ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീനും ഫ്ലെക്സ് റാപ്പർ ആപ്പും കൊടുത്തു. അതേപോലെ തന്നെ ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആണ്. എന്നിട്ട് കണ്ടെയ്നറിനും ഹൈറ്റ് ഉണ്ട്, ഐറ്റത്തിനും ഹൈറ്റ് ഉണ്ട്. അപ്പോ ഐറ്റത്തിന് ഹൈറ്റ് ഉള്ളത് കൊണ്ട് അല്ല, നേരത്തെ ഹൈറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഫില്ലായി നിൽക്കും. ഹൈറ്റ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഐറ്റത്തിന് കൊടുത്തുകൊണ്ട് ടോപ്പിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു ഫ്ലെക്സ് സ്റ്റഡി then ക്രോസ് ആക്സിസ്, നമ്മൾ പറഞ്ഞു ഇത് റോ ആയതുകൊണ്ട് ക്രോസ് ആക്സിസ് താഴോട്ട് വരുന്ന ഇങ്ങനെ വെർട്ടിക്കലി വരുന്ന അലൈൻമെന്റിന് വേണ്ടിയിട്ട് ക്രോസ് ആക്സിസ് ആണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അലൈൻ ഐറ്റംസ് ആണ്. അപ്പോ ഫ്ലെക്സ് കണ്ടെയ്നറിന്, ഫ്ലെക്സ് ഐറ്റത്തിനല്ല, ഫ്ലെക്സ് കണ്ടെയ്നറിന് അലൈൻ കണ്ടന്റ് അല്ല, അലൈൻ ഐറ്റംസ് സെന്റർ കൊടുക്കാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് വെർട്ടിക്കലി എന്തായിട്ടുണ്ട്, അതായത് ക്രോസ് ആക്സിസിലുള്ള അലൈൻമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അലൈൻ ഐറ്റംസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, ക്രോസ് ആക്സിസ് എന്നാണ്, അല്ലാതെ വെർട്ടിക്കലിന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ കോളം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഹൊറിസോണ്ടലിന് വേണ്ടിയിട്ടായിട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിത് കുറച്ചും കൂടെ ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റോയിലേക്ക് റാപ്പ് ചെയ്ത് വന്നു. സെക്കൻഡ് റോയിലുള്ളതും ഇതേപോലെ തന്നെ സ്പേസ് ബിറ്റ്വീൻ ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അലൈൻ കണ്ടന്റ് ആണ്. അലൈൻ കണ്ടന്റിന് സെന്റർ കൊടുത്തു. സെന്റർ കൊടുത്തപ്പോ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒന്നിലധികം അലൈൻ കണ്ടന്റ് യൂസ് ചെയ്യുന്നത് ഒന്നിലധികം ലൈൻസ് ഉണ്ടെങ്കിൽ, ലൈൻസ് ഓഫ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന്റെ ക്രോസ് ആക്സിസിലെ ഈ ഒരു ഐറ്റംസ് തമ്മിലുള്ള ഐറ്റംസ് രണ്ടും കൂടെ ക്രോസ് ആക്സിസിൽ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അലൈൻ കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്രോസ് ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണ്. വെർട്ടിക്കലി ഈ രണ്ട് റോയും കൂടെ, രണ്ട് ലൈൻസും കൂടെ എങ്ങനെ അലൈൻ ചെയ്യുന്നു. അപ്പൊ സെന്ററിലാക്കണം, നമുക്ക് രണ്ടും കൂടെ സെന്ററിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തു. ഇനി നമ്മൾ ആ ഒരു കൊടുത്തിട്ടുള്ള അലൈൻ കണ്ടന്റ് ജസ്റ്റ് റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്യുമ്പോൾ കാണാം എന്താണ്, അത് എക്സ്പാൻഡ് ചെയ്തിട്ട് അവിടെ സ്പേസ് ഇട്ടിട്ട് എന്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സെന്ററിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലൈൻ കണ്ടന്റ് സെന്റർ കൊടുക്കാം. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റുള്ള വാല്യൂസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഫ്ലെക്സ് സ്റ്റാർട്ട് ഉണ്ട്, ഫ്ലെക്സ് എൻഡ് ഉണ്ട്, അതേപോലെ തന്നെ സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് അറൗണ്ട്, പിന്നെ സ്ട്രെച്ച് എന്ന് പറയുന്ന വാല്യൂസ് ഉണ്ട്. അപ്പൊ ഓരോ വാല്യൂസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബ്രൗസർ എടുത്തിട്ട് അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്ട്രെച്ച് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ്, വാല്യൂ ആണ്. ഇനി നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഫ്ലെക്സ് കണ്ടെയ്നറിലുള്ള, അതായത് ആ പാരന്റിന് ഫ്ലെക്സ് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ പാരന്റിന് എന്തൊക്കെ CSS പ്രോപ്പർട്ടീസ്, ഫ്ലെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ CSS പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി ഫ്ലെക്സ് ഐറ്റത്തിനുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്റെ ഒരു ഫ്ലെക്സിന്റെ ഉള്ളിൽ എനിക്ക് എന്തുണ്ട്, 3 ഫ്ലെക്സ് ഐറ്റംസ് ഉണ്ട്. അപ്പോ അതിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഐറ്റത്തിന്റെ ആ ഒരു സൈസ് കുറവാണ്, രണ്ടാമത്തെ സൈസ് മാറ്റുണ്ട്, മൂന്നാമത്തെ മാറ്റമുണ്ട്. അപ്പോ ഈ ഒരു സൈസ് വിഡ്ത്ത് നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടെയ്നറിന് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ. പിന്നെ ഐറ്റത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മാർജിനും ബാക്ക്ഗ്രൗണ്ട് കളറും പാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐറ്റം 1 അവിടെ നോക്കിയാൽ കാണാം, ഐറ്റം എന്ന് പറയുന്ന ജനറൽ ക്ലാസും കൊടുത്തിട്ടുണ്ട്. ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3 സ്പെസിഫിക് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഐറ്റം 1 ഞാൻ കൊടുത്തത് ഫ്ലെക്സ് -ഗ്രോ 1, പിന്നെ രണ്ടാമത്തേന് ഫ്ലെക്സ് ഗ്രോ 2, മൂന്നാമത്തേന് ഫ്ലെക്സ് ഗ്രോ 3 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ അടുത്ത ഐറ്റം തമ്മിലുള്ള ഇത് എത്രത്തോളം ഗ്രോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ വാല്യൂ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡീഫോൾട്ട് ആണ്, ഐറ്റം വിൽ നോട്ട് ഗ്രോ, ഒരു വാല്യൂ ഗ്രോ ഉണ്ടാവില്ല. ഇനി വാല്യൂ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവൈലബിൾ സ്പേസിന്റെ പ്രൊപ്പോർഷണലി ഒരു കണ്ടന്റിന്റെ ആ ഒരു ബോക്സിന്റെ സൈസ് ആണ് യൂട്ടിലൈസ് ചെയ്യുക. അതായത് എത്ര ബോക്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ 3 ഉണ്ടെങ്കിൽ നമ്മൾ 100%നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 33% സംതിങ് കിട്ടും അല്ലെ. അതിൽ ആ ഒരു 33% ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സ് ഗ്രോ 1 കൊടുക്കുമ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി ഫ്ലെക്സ് ഗ്രോ 2 കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിന്റെ ഡബിൾ യൂസ് ചെയ്യും. അതായത് പ്രൊപ്പോർഷണലി
അതിന്റെ ഡബിൾ യൂസ് ചെയ്യും. പിന്നെ പ്ലസ് ഗ്രോ 3 കൊടുക്കുമ്പോൾ അതിനനുസരിച്ച്. അപ്പൊ ഈ ഒരു വാല്യൂസ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്, ഐറ്റം 1 ഒരു പാർട്ട് അവൈലബിൾ സ്പേസിന്റെ ഒരു പാർട്ട് അത് യൂസ് ചെയ്യും. ഐറ്റം 2 എന്ത് യൂസ് ചെയ്യും, 2 പാർട്ട് യൂസ് ചെയ്യും. ഐറ്റം 3 എന്നുള്ളത് 3 പാർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ ഐറ്റത്തിന് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഗ്രോ പറഞ്ഞല്ലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്ലെക്സ് ഷ്രിങ്ക് എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം അത് എന്താകും, ഷ്രിങ്ക് ചെയ്തിട്ട് അതിന്റെ സൈസ് കുറക്കും എന്നുള്ളതാണ് ഫ്ലെക്സ് ഷ്രിങ്ക് ഉദ്ദേശിക്കുന്നത്. ഫ്ലെക്സ് ഷ്രിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എത്രത്തോളം ഷ്രിങ്ക് ചെയ്തിട്ട് അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ളൊരു എക്സാമ്പിൾ നോക്കാം. ഫ്ലെക്സ് ഷ്രിങ്ക് നേരത്തെ കൊടുത്ത പോലെ തന്നെ ഗ്രോ കൊടുത്ത പോലെ തന്നെ 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാം. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി ഐറ്റത്തിന് കൊടുക്കുന്ന ഫ്ലെക്സ് ബേസിസ്. ഫ്ലെക്സ് ബേസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇനീഷ്യലി ഒരു ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു സൈസ്, പിന്നെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് വലുതാവാം ചെറുതാവാം. പക്ഷെ നമ്മൾക്ക് ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു സൈസ്, പിന്നെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് അത് വലുതാവാം. ഫസ്റ്റ് നമ്മൾക്ക് ഇത്രയും സൈസ് വേണം ഒരു കണ്ടെയ്നർ, ഒരു ഐറ്റത്തിന് വേണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സ് ബേസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ഐറ്റത്തിന് ഫ്ലെക്സ് ബേസിസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 100 പിക്സൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേന് 200, മൂന്നാമത്തേന് 300 പിക്സലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ സൈസ് ആ ഒരു ബേസിസിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. 100 പിക്സൽ മിനിമം ഉണ്ട്. അതിന്റെ കണ്ടന്റ് അത്ര ഇല്ലെങ്കിൽ പോലും മിനിമം ആ ഒരു 100 പിക്സൽ ഉണ്ടാവും. അതാണ് ഫ്ലെക്സ് ബേസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു വിഡ്ത്തിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക, ആ എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കണ്ടന്റ് ഇടുന്നതിനനുസരിച്ച് അത് ഗ്രോ ചെയ്യും. അപ്പൊ നമ്മൾ ഫ്ലെക്സ് ഗ്രോ പഠിച്ചു, ഫ്ലെക്സ് ഷ്രിങ്ക്, അതേപോലെ തന്നെ ഫ്ലെക്സ് ബേസിസ് പഠിച്ചു. ഇത് മൂന്നും കൂടെ ഒന്നാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന CSS പ്രോപ്പർട്ടി ഉണ്ട്. ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഫ്ലെക്സ്. അതായത് ഒരു ഫ്ലെക്സ് ഐറ്റത്തിന് ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാം, വാല്യൂസ് നമ്മളിപ്പോ മാർജിനും അതേപോലെ തന്നെ പാഡിംഗ് ഒക്കെ നമ്മൾ പല രീതിയിൽ കൊടുക്കാം. പാഡിംഗ് ടോപ്പ് അല്ലെങ്കിൽ പാഡിംഗ് എന്ന് മാത്രം പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു മൂന്ന് ഫ്ലെക്സ് പ്രോപ്പർട്ടിയും കൂടെ ഒന്നിലാക്കി കൊടുക്കാം. അപ്പൊ ഫ്ലെക്സ് 100 പിക്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഫ്ലെക്സ് ഗ്രോ 1, ഫ്ലെക്സ് ഷ്രിങ്ക് 1, ഫ്ലെക്സ് ബേസിസ് 100 പിക്സൽ, ആ ഒരു ഓർഡറിലായി. ഗ്രോ, ഷ്രിങ്ക്, ബേസിസ് ആ ഒരു ഓർഡറിലാണ് വാല്യൂ കൊടുക്കുക. ഇവിടെ എന്താണ്, ഗ്രോ 2, ഷ്രിങ്ക് 2, അതേപോലെ തന്നെ ബേസിസ് 200. പിന്നെ ഇവിടെ 3, 100. അപ്പോൾ ഫ്ലെക്സ് ഗ്രോ 3, ഷ്രിങ്ക് 1, ബേസിസ് 300 എന്നുള്ള ആ ഒരു പ്രൊപ്പോർഷണൽ ആയിട്ട് 3 വാല്യൂസ് നമുക്ക് ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ കൊടുക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഐറ്റത്തിന് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഐറ്റം സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഐറ്റം 2 എന്ന് പറഞ്ഞു കൊടുക്കാം. ഐറ്റം 2 എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്ന ക്ലാസ് സെലക്ട് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഐറ്റം 1 ഇട്ടിട്ട് nth സെലക്ടർ ഉപയോഗിച്ച് സെലക്ട് ചെയ്യണം. അതായത് ക്ലാസ് കൊടുത്ത് നെയിം ഐറ്റം എന്ന് പറഞ്ഞ ക്ലാസ്സിൽ കോളൻ ഇട്ടിട്ട് nth -child of 2, അതായത് ഇത്രാമത്തെ ചൈൽഡ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ ചൈൽഡ് ഈ ഒരു ക്ലാസ് ഉള്ള രണ്ടാമത്തെ ഐറ്റം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐറ്റം കോളൻ nth -child of 2. എന്നിട്ട് അതിൽ ഓർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കുക. അതിന്റെ വാല്യൂ -1 കൊടുത്തു. -1 കൊടുത്തപ്പോൾ ഒന്ന് ബാക്കിലേക്ക് ഒരു ഐറ്റം, ആ ഒരു ഐറ്റം എന്ത് ചെയ്യും, ലെഫ്റ്റിലേക്ക് മൂവ് ആവും. അതായത് ബാക്ക് സൈഡ് ഏത് ഡയറക്ഷൻ ആണോ കൊടുത്തത് ആ ഡയറക്ഷനിൽ ബാക്ക് സൈഡിലേക്ക് മൂവ് ആവും, ഫസ്റ്റിലേക്ക് മൂവ് ആവും. അപ്പൊ ഓർഡർ -1 കൊടുത്തോണ്ട് ഇവിടെ നമ്മൾ എലമെന്റ് കൊടുത്ത് എങ്ങനെയാണ് 1, 2, 3 എന്ന് പറഞ്ഞ ആ ഓർഡറിലാണ് കൊടുത്തത്. ഇപ്പൊ റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 2 ആയിരിക്കും ഫസ്റ്റ് വന്നിട്ടുള്ളത്, പിന്നെ 1, പിന്നെ 3 വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്, രണ്ടാമത്തേന് നമ്മൾ ഓർഡർ -1 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലമെന്റ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഡറിലാണ് വരുന്നെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എലമെന്റ് നമ്മൾ ഐറ്റം CSS കൊടുത്തിട്ട് ഇതേപോലെ ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ യൂസ് കേസ് ഒക്കെ വരുന്നത് നമുക്ക് ഡൈനാമിക് ആയിട്ട് വരുന്ന കണ്ടന്റിലൊക്കെ എന്തെങ്കിലും ഓർഡറിലൊക്കെ നമുക്ക് സോർട്ട് ചെയ്തിട്ട് ഓർഡർ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത പ്രോപ്പർട്ടി വരുന്നത് അലൈൻ സെൽഫ്. നമ്മൾ അലൈൻ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി കണ്ടെയ്നറിന് കൊടുത്തിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന പറഞ്ഞല്ലോ. ആ സ്റ്റൈല് ചെയ്തതിന്റെ പുറമെ ഈ ഒരു ഐറ്റം ആ സ്റ്റൈല് ഓവർ റൈഡ് ചെയ്യണം. അതായത് അവിടെ സെന്റർ എന്ന് കൊടുത്തു, അതിന് പകരം
ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഐറ്റം എന്താക്കണ്ട, സെന്റർ ആക്കണം. നമുക്ക് എല്ലാ ഐറ്റംസും ഒരു 10 ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കും ഒരു ഫ്ലെക്സിൽ. അതിൽ 10 നമുക്ക് സെന്റർ ആണ്, പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒന്ന് നമുക്ക് സെന്റർ ആക്കണ്ട. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിന് മാത്രം, ആ ഒരു ഐറ്റത്തിന് മാത്രം അലൈൻ സെൽഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കും. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലൈൻ ഐറ്റംസ് സെന്റർ, ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് അറൌണ്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അലൈൻ ഐറ്റംസ് സെന്റർ ആണ് നമ്മൾ ഫ്ലെക്സ് കണ്ടെയ്നർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫ്ലെക്സ് ഐറ്റത്തിന് എന്താണ് കൊടുത്തത്? ഫ്ലെക്സ് ഐറ്റത്തിന് പാഡിങ് കൊടുത്തു. അങ്ങനെ ഫ്ലെക്സ് ഐറ്റം nth ചൈൽഡ് ഓഫ് 2, രണ്ടാമത്തെ ഐറ്റത്തിന് എന്ത് കൊടുത്തു? ഫ്ലെക്സ് സ്റ്റാർട്ട് എന്ന് കൊടുത്തു. അലൈൻ സെൽഫ് ഫ്ലെക്സ് സ്റ്റാർട്ട്, അലൈൻ സെൽഫ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തപ്പോ 1ഉം 2ഉം എന്താക്കിയിട്ടുണ്ട്? നമ്മളിവിടെ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം ആണ്, റോ അല്ല. അതുകൊണ്ട് എന്താണ്, ഒരു മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു വേർട്ടിക്കൽ ആണ്. വേർട്ടിക്കലി എന്താക്കിയിട്ടുണ്ട്? അത് സെന്ററിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഐറ്റം നമ്മൾ കൊടുത്ത ഫ്ലെക്സ് സ്റ്റാർട്ട് എന്ന് കൊടുത്തത് എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്? ലെഫ്റ്റിലേക്ക് മൂവ് ആയിട്ടുണ്ട്.